ലോൺ ഇടുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബാങ്കിൽ മാത്രം ചെയ്യണ്ട, 2 or 3 ബാങ്കിൽ ചെയ്തിട്ട് എവിടെ നിങ്ങൾക്ക് EMI കുറഞ്ഞു കിട്ടണ്, ഇൻട്രസ്റ്റ് എവിടെ മാക്സിമം കുറച്ചിട്ടാണ് അവിടെ നിങ്ങൾക്ക് ലോൺ ചെയ്യാം. 6,30,000 റുപ്യ കൊടുക്കാം. 6,30,000 റുപ്യക്ക് 11 മോളില് ബെൻസ് കൊടുക്കാം. E250 ആണ്. മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2,70,000 റുപ്യ ചോദിക്കുന്നുണ്ട്. 2,70,000 മാക്സിമം നമുക്ക് കുറച്ച് ഇതാക്കി കൊടുക്കാം. മാക്സിമം ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. 2,65,000 റുപ്യ കിഡ് നമ്മള് ചോദിക്കുന്നുണ്ട്. അത് ഫുൾ ലോൺ ആണ്, പൈസ മുടക്കും വേണ്ട. ഇനി വരികയാണെങ്കിൽ കുറച്ചും കൊടുക്കാം അല്ലേ? അത് കുറച്ച് കൊടുക്കാം. ഇതിന് നമ്മള് 3,25,000 3,4 ലക്ഷം റുപ്യക്ക് 16 മോളില് മാനുവൽ വാഗണർ കൊടുക്കാം. അതെ, ഇത് നമുക്ക് 5,95,000 റുപ്യ കൊടുക്കാം. 5,95,000 റുപ്യക്ക് അൾട്ടിസ് കൊടുക്കാം. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോണാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇതിനനുസരിച്ച് 5 ലക്ഷം റുപ്യ വരെയൊക്കെ ലോൺ മാക്സിമം. അപ്പൊ നമ്മളങ്ങനെ വീണ്ടും കരുവാരക്കുണ്ടുള്ള ഓൺ വീൽസിൽ തന്നെ വീണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലെ ഒരു 10-16 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്രണ്ടിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്, ചെറുവണ്ടി ഷോപ്പാണ്. നമ്മളൊക്കെ ഉള്ളതിന് ഓണറായ കുഞ്ഞാണ് നമ്മളെ വീട്ടില്. സുഖല്ലേ? നമ്മളെ ലൊക്കേഷൻ പറഞ്ഞാണ്. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പറഞ്ഞ സ്ഥലത്താണ്. മഞ്ചേരി, പെരിന്തൽമണ്ണ, നിലമ്പൂര്, മണ്ണാർക്കാട് ഇവിടുന്നൊക്കെ ഒരേ ദൂരാണ് വരുന്നത്. 30 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളൂ. മലപ്പുറം ടൗണിൽ നിന്ന് 45 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളൂ വരുന്നുള്ളൂ. ഇനിയിപ്പോ അതല്ല, ഈ ഓൺ വീൽസ് ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അതെ, അതേമാതിരി തന്നെ ഇനിയിപ്പോ ഡെലിവറി പരിപാടി ഉണ്ടോ? ആൾക്കാരുടെ ഡെലിവറിയും ചെയ്ത് കൊടുക്കാം, ആൾക്കാരെ ഫിനാൻസും ചെയ്ത് കൊടുക്കാം. ഈ ആവശ്യമുള്ള ആൾക്കാർ വിളിച്ചോളി. നിങ്ങൾക്ക് ഇവിടെ ഇല്ലാത്ത വണ്ടികളാണ് നമ്മൾ അറേഞ്ച് ചെയ്തും തരാം. അത് വേറെ കൊടുക്കാം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏത് മോളിൽ വണ്ടി വേണം അത് നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മള് മാക്സിമം കഴിയുന്ന മാതിരി സെറ്റ് ആക്കാൻ തരും. ഇനിയിപ്പോ അതുമല്ല, അങ്ങനത്തെ ബൈക്ക് കാർ മാറ്റണ്ടെങ്കിൽ കൊടുന്നോളി, മാറ്റണം. നല്ല വണ്ടി നമ്മൾ എടുക്കും ചെയ്യും. അത് നമ്മളെ ഗ്യാരണ്ടി അല്ലേ? മേജർ ആക്സിഡന്റ് ഫ്രണ്ട് എന്തായാലും ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി ആണല്ലേ? നല്ല വണ്ടി ചെറിയ വിലക്ക് ഡെലിവറി എല്ലാ പരിപാടിയും എല്ലാം ഉണ്ട്. അപ്പൊ വീട്ടിൽ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ മറക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. കുഞ്ഞാണി, നമ്മളെ സെക്കൻഡ് പാർട്ടിൽ ആയത്തിനുള്ള അടിപൊളി കിടലങ്കിട്ടായിക്കോട്ടെ അല്ലേ? അത് 2016 മോഡല്. ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ കിടലങ്കിട്ടാണ് കിടക്കണ്ടല്ലേ? 1,65,000 റുപ്യക്ക് 1,65,000 റുപ്യ കൊടുക്കും. ബൈക്കിന്റെ പൈസ കൂടി വരുന്നില്ല ഇല്ലല്ലേ? അതെ, ഒരു ഫാമിലി 5 ആക്കം പോകാൻ പറ്റില്ല. കിടലങ്കിട്ടാണ്. പെട്രോൾ ആയതുകൊണ്ട് മൈലേജ് ഉണ്ടാവും, അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ? ഇപ്പൊ ഒക്കെ ഓഫറെല്ലാം കൊടുക്കാറില്ലേ? ചെറിയ ലാഭം വേഗം കച്ചവടം അല്ലേ? വന്നിട്ട് നമുക്ക് ചെറിയൊരു മാറ്റം ഇനിയും വരുത്തി കൊടുക്കാം. അതെ, കുറക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൊടുക്കുമല്ലേ? ഇത് എത്ര ഓടികളെന്നാല് ഓട്ടോ ഏകദേശം ഒന്നിന് വില ഉണ്ടോ? ചില ഇല്ലേ, ഇത് 66 ഓടിയിട്ടുള്ളൂ. ഇതിൽ മീറ്ററിൽ കാണിക്കണം 66 ഓടി. 66,000 കിലോമീറ്റർ ഇപ്പൊ മീറ്റർ കാണിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കല്ലേ? ഓണർഷിപ്പ് എത്ര ആണെന്നാല്? ഓണർഷിപ്പ് 1-2 കേൾക്കാറല്ലേ? ഓണർഷിപ്പ് വേണ്ട, 3-4. അപ്പൊ എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആണ്? 1,65,000 റുപ്യക്ക് അതും ഫുൾ ലോണും കിട്ടും. 1,65,000 റുപ്യനെ കിട്ടി നമ്മൾ ചോദിക്കണ്ടേ. അത് ഫുൾ ലോൺ ആണ്, പൈസ മുടക്കും വേണ്ട. ഇനി വരികയാണെങ്കിൽ കുറച്ചും കൊടുക്കാം അല്ലേ? കുറച്ച് കൊടുക്കാം. അതെ, പൈസ മുടക്കാതെ ഇറക്കാൻ പറ്റില്ല, ചെറിയ മാറ്റൊക്കെ വരുത്തി കൊടുക്കാം. അതെ, 10 വേണ്ട മൈലേജ് കിട്ടും. അടുത്ത വണ്ടിയല്ല അടിപൊളി i10 നിയോസില. ഞങ്ങളുടെ മോഡലുണ്ട്. ഇത് 2022 മോഡല് 50 ഓടിയ വണ്ടിയാ. 2022 മോഡലാണ്. 50,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. i10 നിയോസ് വരുന്നില്ലേ? നല്ല വൃത്തിയുള്ള കാണാൻ ചൊറുക്കളുണ്ടല്ലേ? i10 പറയരുത്, നിയോസ്. ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതാണ് ഹൈലൈറ്റ്. അതെ, നല്ല വൃത്തിലുണ്ടല്ലേ? 50,000 ആകെ ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ, 50 ഓടിയിട്ടുള്ളൂ. അതെ, ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഇത് സിംഗിൾ ഓണറിലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അടിപൊളി ഇന്റീരിയർ കാര്യങ്ങള്. എയർ ബാഗ് വരെ വരുന്നുണ്ടല്ലേ? ഡാഷ്ബോർഡൊക്കെ ഉണ്ടല്ലേ? എന്താ ചൊറുക്ക്, നല്ല വൃത്തിലുണ്ടല്ലേ? 2 എയർ ബാഗ് വരൂല? 2-3 ഉണ്ട്. അതെ, നല്ല അടിപൊളി ഡാഷ് കാര്യം നല്ല ഉഷാറാണല്ലേ? ചെറിയ ഫാമിലിക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലേ? അതെ. അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമുക്ക് 5,20,000 റുപ്യ. 5,20,000 ചോദ്യം മാത്രമാണ്. കുറച്ചും കൊടുക്കാം. മാക്സിമം ലോണും കിട്ടും കേട്ടോ. എത്ര രൂപ ലോൺ കയറുമ്പോ? മാക്സിമം 5 റുപ്യന്റെ മേലെ തന്നെ കിട്ടും. ലോൺ തന്നെ കൊടുക്കാൻ കയറാൻ പറ്റുമല്ലോ അല്ലേ? അല്ലെ ഒരു 10,000 മുടക്കിൽ i10 നിയോസ് അതും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. 50,000 ഓടിയായിട്ട് കൊടുക്കാം. ലോണൊക്കെ മാക്സിമം ലോണല്ലേ? മാക്സിമം ലോൺ കൊടുക്കും. ഇത് എത്ര മൈലേജിന് പെട്രോളൊക്കെ ആകുമ്പോ? മൈലേജ് ഒരു 15ന്റെ മേലേക്ക് മൈലേജ് എന്തായാലും കിട്ടും. നമ്മൾ കുറച്ച് പറഞ്ഞ കൂടുതൽ കിട്ടണം. കിട്ടുന്ന ആൾക്കാർ, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. നമ്മൾ എക്സ്ട്രാ പറയണമെന്നില്ല. അതെ, അതേമാതിരി തന്നെ ഒരു അടിപൊളി റിഡ്സ് ആണല്ലോ. റിഡ്സ്
ഇത് പറഞ്ഞാല് ഇത് CNG വണ്ടിയാണ്. CNG ആണ്. അപ്പൊ പെട്രോൾ CNG രണ്ടും പാടാണ്. രണ്ടും പാടാണ്. മഹാരാഷ്ട്ര വണ്ടിയാണ്. കേരള നമ്പർ ആക്കിട്ട് കൊടുക്കും. കേരള നമ്പർ ആക്കിട്ട് ഇവിടെ NOC വന്നിറക്കുന്നുണ്ട്. നമ്പർ ആക്കിട്ട് കൊടുക്കാം നമുക്ക്. കേരള നമ്പർ ആക്കിട്ട് കൊടുക്കും. പെട്രോളും CNG രണ്ടും പാടുള്ള വണ്ടിയില്ല. അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 1 സംതിങ് ഓടിയിട്ടുണ്ട്. നിലവിൽ ഓടിക്കണ്ടല്ലേ? പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ചെയ്തല്ല വൃത്തിലുണ്ടല്ലേ? CNG കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവില്ല. അതെ. നീ എടുക്കുന്നതൊക്കെ ഞാൻ പണികളൊന്നും എടുക്കണ്ട. ഡീസലിന്റെ മൈലേജിന്റെ വണ്ടി കൊണ്ടുപോകും. ഓ അടിപൊളി സീറ്റാറാണല്ലേ? ലെതറിന്റെ കവറ് കാര്യങ്ങളെല്ലാം ചെയ്ത് മിയവയാക്കി ഉണ്ടല്ലേ? ഇത് എന്താ പറയാ, ടാക്സി ഓടിക്കുന്ന ആൾക്കാർക്ക്, സെയിൽസിന്റെ ആളുകളൊക്കെ പിന്നെ എന്തായാലും മിസ് ചെയ്യണ്ട. എണ്ണ അടിച്ച് പെട്രോൾ അടിച്ച് മടുത്ത ആൾക്കാരൊക്കെ അവർക്കൊക്കെ പറ്റൂത്. ഓൾക്ക് ഫുൾ ടാങ്ക് സീഞ്ചർ കയറ്റാ, കുറച്ച് പെട്രോളും കയറ്റാ. ഞാൻ ഓടി കഴിഞ്ഞാല് ഡീസലിലേറെ മൈലേജ് ഉണ്ടാവില്ല. ഉണ്ടാവും. അതെ. ഇത് എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമുക്ക് 2,70,000 റുപ്യ ചോദിക്കുന്നുണ്ട്. 2,70,000 മാക്സിമം നമുക്ക് കുറച്ച് ഇതാക്കി കൊടുക്കാം. മാക്സിമം ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. പെട്രോൾ അടിച്ച പൈസ ലോൺ അടിച്ചാൽ മതി. ഇപ്പൊ ചെറിയ വില കൂടിയിട്ടുണ്ടല്ലേ? എന്നാലും നിങ്ങൾക്ക് മെച്ചേക്കാം. അതെ. 2,70,000 ചോദിക്കുന്നുണ്ട് CNG ഉള്ള റിഡ്സിന്. അതിന് കുറച്ചും കൊടുക്കാം. ലോണാണെങ്കിൽ മാക്സിമം ലോണും കയറും. ഒരു 10,000 മുടക്കിലൊക്കെ വണ്ടി ഇറക്കും. നോക്കാം നമുക്കല്ലേ? മാക്സിമം നോക്കാം. ഓരോ പ്രൊഫൈലൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണല്ലേ? എങ്ങനെ മോഡൽ? ഇത് 2018 VXI. 18 മോഡല് VXI സ്വിഫ്റ്റ് ആണല്ലേ? പെട്രോൾ വണ്ടിയില്ല? കേരള 27 43 നമ്പറും ഉണ്ട്. ഇത് എത്ര ഓടിയിരുന്നാല്? ഇത് 1 മേലെ ഓടിയിട്ടുണ്ട്. 1 മേലെ ഓടിയിട്ടുണ്ട്. അതെ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? അതെ. ഒറിജിനൽ കേരള വണ്ടി. ഓണർഷിപ്പ് കാര്യങ്ങൾ എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളല്ലേ? റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല. പുതിയ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലെതറിന്റെ കവറൊക്കെ ചെയ്തോണ്ടില്ല? അതെ. അത്യാവശ്യം വൃത്തിയുള്ളണ്ടല്ലേ? അതെ. എടുക്കുന്നവർക്ക് രക്ഷ പണികള് കാര്യങ്ങളൊന്നും എടുക്കണ്ടല്ലോ? ഇല്ല. ധൈര്യമായിട്ട് വന്നാൽ കൊണ്ടുപോകാല്ലേ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടിയില്ല. മേജർ ആക്സിഡന്റ് ഇല്ല. അതെ. റീപ്ലേസ് അല്ല മറ്റേ ഹിസ്റ്ററി ഉണ്ട് ഇതിന്? ഹിസ്റ്ററി ഉണ്ട്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ? കമ്പനി കുറച്ച് കമ്പനി തന്നെ ഉണ്ടാവൂലേ? അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് 4,50,000. 4,50,000 സ്വിഫ്റ്റ് നമ്മൾ ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിൽ എത്ര കയറിപ്പോ? ലോണാണെന്നുണ്ടെങ്കിൽ ഒരു 4,20,000 4,25,000 ഒക്കെ. 4,15 ലക്ഷം വരെ മാക്സിമം ലോണും കയറ്റി കൊടുക്കാം. 25,000 20,000 അല്ലെങ്കിൽ ഫുൾ ലോൺ കയറുമല്ലോ അല്ലേ? ഫുൾ ലോൺ അല്ല, എന്നാലും പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞില്ല. 20 മേലെ മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ. 20 മേലെ ഒന്നും കിട്ടും. 18 കിലോമീറ്ററോളം മൈലേജ് പറഞ്ഞു കൊടുക്കാമല്ലോ. അതേ മാർക്ക് തന്നെ വാഗണറാണല്ലോ? വാഗണർ 16 VXI. 16 മോഡല് VXI വാഗണർ ആണല്ലേ? അതെ. കേരള 22 ആണല്ലേ? കേരള 24. 24 ആണല്ലേ? എത്ര ഓടിക്കണെന്നാല്? 1 സംതിങ് ഓടിയിട്ടുണ്ട്. നിലവിൽ ഓടിക്കണ്ടല്ലേ? അതെ. അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ? സിംഗിൾ ഓണറിലാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓ. റീപ്ലേസ് ഒന്നും ചെയ്യല്ലേ? റീപ്ലേസ് മേജർ ആയിട്ട് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. അത് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സർവീസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സർവീസ് കാര്യങ്ങള് നമ്മള് ചെക്ക് ചെയ്തിട്ടില്ല. ഓല് വരുമ്പോ ചെക്ക് ചെയ്ത് എടുത്തു കൊടുക്കാല്ലേ? അതൊന്നും വിഷയമുള്ള കേസല്ലേ? സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ടയറ് കാര്യങ്ങൾ അതും ഉണ്ട്. അങ്ങനാണെങ്കിൽ എത്രയാണ് വാഗണർ നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 3,25,000. 3,15 ലക്ഷം റുപ്യ 16 മോളില് മാനുവൽ വാഗണർ കൊടുക്കാം. കുറച്ചും കൊടുക്കാം. ചെറിയൊരു മാറ്റൊക്കെ വരുത്തി കൊടുക്കാല്ലേ? ചായക്കായി കുറച്ച് കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോണാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം വരെയൊക്കെ ലോണും കിട്ടും. മാക്സിമം ലോൺ വെറും 15,000 മുടക്കില് ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാം. വണ്ടി ഇറക്കാല്ലേ? ഓരോ വന്നാൽ മതി. ബാക്കി നമ്മള് സെറ്റ് ആക്കണം കൊടുക്കും. 10-16 മൈലേജും കിട്ടുമല്ലോ? കിട്ടും. 15 മേലെ കിട്ടും. എന്തായാലും കിട്ടുമല്ലോ അല്ലേ? അടുത്ത വണ്ടി അൾട്ടീസിലെ? അൾട്ടീസ് 2013 G ആണ്. 13 മോഡല് G ആണ്. ഡൽഹി രജിസ്ട്രേഷൻ ഉണ്ട്. അതെ. NOC-ലെ കാര്യമുള്ളത്? NOC വന്നു. അതെ. കേരള നമ്പർ ആക്കിട്ട് അങ്ങനെ കൊടുക്കാം. അത് NOC-ല് നമുക്ക് 2,60,000 2,60,000 റുപ്യക്ക് NOC കൊടുക്കും. അതെ. അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ? അലവില് കാര്യങ്ങളെ കമ്പനി വരുന്നില്ലല്ലോ? കമ്പനി വരുന്നതാണ്. G ആണ്. എക്സ്ട്രാ ചെയ്താണല്ലേ? എത്ര ഓടികളെന്നാല്? ഇത് ഓട്ടൊന്നും ജെനുവിനിറ്റി ഒന്നും പറയാൻ കഴിയൂല. പഴയ വണ്ടിയല്ലേ, ഡൽഹി വണ്ടിയല്ലേ. പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? ഓണർഷിപ്പ് എന്തായാലും 1-2 കേൾക്കാറല്ലേ? അതെ. അത്യാവശ്യം വൃത്തിയുണ്ടല്ലേ? അതെ. എല്ലാ ഫീച്ചേഴ്സും വരും. ലക്ഷറി ലുക്കിൽ ഇങ്ങനെ പോകും ചെയ്യാ. സീറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വേറെയും കൊടുക്കാം. 2014. അതെ.
ഇതുമേ ലോണല്ലോ? ലോണൊന്നും കിട്ടൂല. റെഡി ആയി കറക്റ്റ്. അതിന്റെ ന്യൂ ഷേപ്പ് ആണല്ലേ ഇത്? ഇതേറെ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതുമേ ലോൺ കാര്യങ്ങളെല്ലാം ചെയ്തു. 2014 മോഡലാണല്ലേ? കേരളത്തിക്ക് നമ്പറായ വണ്ടിയാണ്. നമ്പറായ വണ്ടി. ഓക്കെ. ഇതേത് ഓപ്ഷൻ തന്നെ? ഇത് ജെ ആണ്. ജെ ഓപ്ഷൻ തന്നെയാണ്. എത്ര ഓടിക്കണേ? ഇത് 1ന്റെ മേലെ ഓടിക്കണം. നിലവിൽ 70 റേഞ്ചിൽ ഓടിയിട്ടുണ്ടോ? ഇത് ഓണർഷിപ്പ് എത്ര? 1-2? ഇത് നിലവില് 3 നിലവിലുള്ള. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങള്? ഫ്രണ്ട് ഗ്ലാസ് തന്നെ ഉള്ളു, മാറിയിട്ടുള്ളൂ. വേറെ വിഷയ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? അത്യാവശ്യം വൃത്തിയുണ്ടല്ലേ? ഇതിന് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർവീസ് നമ്മളെ ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ കറക്റ്റ് ഇല്ല. പിന്നെ കുറച്ച് പുറത്തുനിന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തേ. സർവീസ് ഉണ്ടല്ലോ? അങ്ങനെ ഉണ്ടല്ലേ? അതെ. അല്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാട്ടോ. എവിടെ പിന്നെ ഇവിടെ അടുത്ത് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തെടുത്താൽ മതി. അത് നമ്മള് ഗ്യാരണ്ടി കൊടുക്കും. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 5,95,000 രൂപ കൊടുക്കാം. 5,95,000 രൂപയ്ക്ക് അൾട്ടിസ് കൊടുക്കാം. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോണാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇതിനനുസരിച്ച് 5 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം രൂപ ഒരു 19 രൂപ മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം. ഇത് പിന്നെ എന്തായാലും 20ന്റെ മേലെ മൈലേജ് കിട്ടുമോ? ഇത് കിട്ടും. ഒരു 18ന്റെ മേലെ എന്തായാലും കിട്ടും. മൈലേജ് ഉണ്ടല്ലോ? നല്ല യാത്ര സുഖമാണല്ലോ. അതെ, ലക്ഷറി ലുക്കിൽ ഇങ്ങനെ പോവുകയും ചെയ്യാലേ? ലോ മെയിൻ്റെനൻസും ആണ്. ടയോട്ടന്റെ വണ്ടി അതേമാതിരി തന്നെ അടിപൊളി ബെൻസ് ആണല്ലേ? ഇത് 2011 E250 വരുന്നത്. E250 ആണ്. 2011 മോഡലാണ്. ഇത് കേരളത്തിൽ നിങ്ങൾക്ക് എവിടുക്കാ ഏത് RTO പറയണെന്ന് വെച്ചാല് അവിടക്ക് നിങ്ങൾക്ക് നമ്പർ ആക്കി തരും. തരില്ല, ഓലെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് തരും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എവിടുക്കാച്ച പറഞ്ഞാൽ മതി. അതും 11 മോഡലാണ്. പേപ്പറൊക്കെ റെഡി ആക്കി നമ്മൾ വണ്ടി കൊടുക്കും. അതെ. ഇതിന് ലോണൊക്കെ കിട്ടാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. അതെ, ലോൺ പരിപാടി വേണമെങ്കിലല്ലേ? ഇതൊക്കെ പിന്നെ റെഡി ആയി. ബ്ലാക്ക് കളറില് നല്ല ഒരു വർക്ക് എടുക്കാനൊക്കെ പറ്റിയ ആൾക്കാർക്കൊക്കെ നല്ല പറ്റിയ വണ്ടിയാണ്. അതെ, അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. അതെ. ഇതില് ഓട്ടം പറയാൻ പറ്റത്? ഇത് പിന്നെ ഓടിക്കണം. 1,00,000 കിലോമീറ്റർ ഓടിക്കണം. അത് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ. അതും കിടിലം വണ്ടില്ലേ? E250 ആണ് മോഡൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര നമ്മളെ എല്ലാം ചെയ്തിട്ട് കൊടുക്കാം? ഇത് നമുക്ക് 6,30,000 രൂപ കൊടുക്കാം. 6,30,000 രൂപയ്ക്ക് 11 മോഡല് ബെൻസ് കൊടുക്കാം. നമ്പർ E250 ആണ്. മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനൊക്കെ എടുക്കുകയാണെങ്കിൽ 2-3 മാസം കൊണ്ട് പൈസ മുതലാവും ചെയ്യൂലേ? 4-5 കല്യാണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പൈസ പിന്നെ വെറുതെ ഓടുമ്പോലെ ഓടാല്ലേ? അതാണ് നമ്മളിത് പറയാൻ കാരണം നമ്മളിത് ഇങ്ങനത്തെ പെൻസുകൾ ഇതൊക്കെ കൂടുതലും ഓലാണ് പർച്ചേസ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അതെ, അതുകൊണ്ടാണ്. ഇനിയിപ്പോ അതല്ല, എങ്ങനെ കൊടുത്താലും മെച്ചം തന്നെയാണ്. അതെ. നഷ്ടമൊന്നും വല്ലാതെ വരൂല. എന്തായാലും ഒരു 10-18 മൈലേജ് കിട്ടുമല്ലോ? 18 കിട്ടൂല. ഒരു 15ന്റെ ആ ലെവലിലാണ് മൈലേജിന്റെ കാര്യം വരുന്നില്ലേ? അതെ. അടുത്ത വണ്ടി 3-4 ഹോണ്ട സിറ്റികൾ ഉണ്ടല്ലോ? 3 ഉണ്ട് നിലവിലുണ്ട്. ഒരു സിൽവർ ഉണ്ട്, 2 മുന്തിരി കളറും ഉണ്ട്. അതെ. സിൽവർ അങ്ങനെ മോഡലുണ്ട്. ഇത് 2014 ഒറിജിനൽ കേരള വണ്ടിയാണ്. 14 മോഡൽ ഒറിജിനൽ കേരള ഹോണ്ട സിറ്റി ആണ് കിടക്കുന്നത്. അതെ. അതും സിൽവർ കളറാണ്. KL 22 ആണ് അല്ലേ? അതെ. ഇതേത് ഓപ്ഷൻ വരുന്നത്? ഇത് VX ഫുൾ ഓപ്ഷൻ, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാം വരും. കുട്ടികൾക്ക് തലട്ട് പോകാൻ പറ്റുണ്ടല്ലേ? നല്ല വൃത്തിലുണ്ടല്ലേ? ഇത് എത്ര ഓടിക്കണാവല്ലേ? ഇത് 1.75 ഓടിയിട്ടുണ്ട്. 1.25 ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ടല്ലേ? ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് നിലവിൽ 3 നിലവിലുള്ളല്ലേ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ? ലെതറിന്റെ കവറ് കാര്യങ്ങളെല്ലാം ഉഷാറാണല്ലേ? ഇതൊക്കെ ഡീസലാകുമ്പോ അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല? അതെ, മൈലേജ് ഉണ്ട്. നല്ല പറന്നിങ്ങനെ പോകാതെ. അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ ഹോണ്ട സിറ്റി നമ്മൾ സിൽവർ കളറിന് ചോദിക്കുന്നുണ്ട്? ഇത് 4,90,000 രൂപ. 4,90,000 രൂപ നമ്മളെ 14 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. 14 മോഡൽ ഒറിജിനൽ കേരള വണ്ടി കൊടുക്കല്ലേ? അതെ. ഇനിയിപ്പോ ലോണ് കാര്യങ്ങൾ എത്ര കൊടുക്കും? 4.25 ഏകദേശം ഫുൾ ഓപ്ഷൻ ഫുൾ ഓൺ തന്നെ ഈ വണ്ടി കൊടുക്കാം. ഓ, ഫുൾ ഓൺ ഹോണ്ട സിറ്റി കൊടുക്കല്ലേ? അത് നല്ല വൃത്തിലുണ്ടല്ലേ? ഒറിജിനൽ കേരള വണ്ടില്ലേ? ഞാൻ ഇതിന്റെ 2015 ഉണ്ട്. 15 മുന്തിരി കളറാണ് ഈ കിടക്കണ പോലെ. അതൊന്നും പാടെ ചൊർക്ക് കൂടൂല. അതെ. ഇതിപ്പോ നിലവിൽ സിംഗിൾ ഓണറിലാണ് ഉള്ളത്. നിലവിലുള്ളത്? അതെ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള അല്ല. ഇത് പിന്നെ ഹരിയാന റൈസറാ. അതെ. കേരള നമ്പർ ആക്കി കൊടുക്കാം, NOC കൊടുക്കും. അതെ.
ഇത് നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കാം. നമ്പർ ആക്കി കൊടുക്കാം. അതല്ലേ അല്ലേ? NOC വന്നിട്ടുണ്ട്. ഇനി ലോണിന്റെ ആൾക്കാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. എത്ര ഓടിക്കണം നല്ലത്? ഇത് ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട്. ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ സിംഗിൾ ആണ്. ഇപ്പൊ ഇനി നമ്മളെ പേരിൽ NOC എടുത്തുക്കണോ നമ്മളെ പേരിൽ മാറും. അപ്പൊ സെക്കൻഡ് ആവൂലേ? സെക്കൻഡ് ആവും. അതെ, വെറുതെ അങ്ങോട്ട് മാറാണല്ലേ. നല്ല പുതിയ സീറ്റ് കവർ, ഡിക്കി സ്പോയിലർ, ബാക്കിൽ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ അല്ലേ? അത്യാവശ്യം വൃത്തിനല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ. എടുക്കുന്നവർക്ക് ഒരു പണി അറിയണ്ട, എണ്ണ ചോദ്യം മാത്രം മതി. അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ ഹോണ്ട സിറ്റിക്ക് നമ്മൾ ചോദിക്കുന്നത്? പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ? ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ടല്ലേ? അതെ. എത്ര ആയിക്കണെന്നാല് ഇതിന് നമ്മൾ ചോദിക്കണ 4,90,000 റുപ്യ. എത്ര? 4,90,000. അതിലേറെ കൊല്ലം കൂടിയിട്ട് ആ റേറ്റിനുള്ളൂ അല്ലേ? ചെറിയ വിലക്ക് ഹോണ്ട സിറ്റി കൊടുക്കാം. 4,90 15 മോളില്, 15 മോൾ, അതും ഫുൾ ഓപ്ഷൻ ഉണ്ട്, സൺറൂഫ് കാരണം എല്ലാം ഉണ്ടല്ലേ? അതെ. ഇനി ലോണൊക്കെ ആണെങ്കിൽ മാക്സിമം ലോൺ കയറ്റി ചിലപ്പോ ഫുൾ ഓൺ തന്നെ കയറും, അല്ലെ ചെറിയ മുടക്കിയാൽ മാത്രം മതില. അതേമാതിരി വീണ്ടും ഹോണ്ട സിറ്റി സൺറൂഫ് കാര്യങ്ങളൊന്നും വേണ്ടാത്ത ആൾക്കാർക്ക് അതെ പൈസക്ക് 4,20,000 റുപ്യ. അതിലേറെ കുറച്ച് 15-16 റൈസർ മോഡൽ കൂടുന്നതനുസരിച്ച് വില കുറയാനായില്ലേ? അതെ, സൺറൂഫ് ഇല്ലാത്ത മോഡലാണ് 15-16 മോഡൽ വരുന്ന വണ്ടില്ല. അതും 4,20,000. ഓ, ഒന്നും പാടൊരു മോഡൽ കൂടി വണ്ടില്ല. എത്ര ഓടിക്കണം നല്ലത്? ഇത് ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട്. എന്താ ഓടി ഉണ്ടാവും അല്ലെ? റീപ്ലേസ് നമ്പർ ആക്കിട്ടോ. കേരള നമ്പർ ആക്കി നമ്മളെ റൈറ്റ് ഒക്കെ പറഞ്ഞില്ല, ഓല് വന്നാ മതി അല്ലേ? ഇതൊക്കെ ഒന്നിന്റെ മേലെ ഓടി ഉണ്ടാവും. റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെല്ലോ? ഇല്ല, മേജർ ആയിട്ട് ഒന്നുമില്ല. ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. മെയിൻ ക്ലാസ് 4,20,000 റുപ്യക്ക് അടിപൊളി 15-16 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റി കൊടുക്കാം. ലോണൊക്കെ ആണെങ്കിൽ ഫുൾ ഒന്നും വരൂലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലെ? കിട്ടുന്നമാര് മാക്സിമം ചെയ്ത് കൊടുക്കൂലേ? എന്തായാലും 20 വില മൈലേജ്. ഈ വണ്ടി മൈലേജ് ഇല്ല ആൾക്കാർക്ക്. നല്ല മൈലേജ് 25 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ഹോണ്ട അമേസാണ് ഈ കിടക്കണ പോലെ അടിപൊളി വൃത്തിലുണ്ടല്ലേ? അല്ല, തുച്ഛമായ വില. ഒരു 800 പൈസക്ക് 2017 മോഡല് റീവണ്ടിയാണ്. 3,25,000 റുപ്യക്ക് 3,4 ലക്ഷം റുപ്യക്ക് 25 കിലോമീറ്റർ മൈലേജ് ഉള്ള ഹോണ്ടന്റെ അമേസ്. അതെ, ചെറിയ വിലക്ക് നമ്മൾ കൊടുക്കല്ലേ? അത് 3 ലക്ഷം ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റും. പൈസ മുടക്കണ്ട. ഓ, നല്ല കസ്റ്റമർക്ക് ആണെങ്കിൽ ക്യാഷ് ബാക്കും കിട്ടണം. അത് വേറെ ഉണ്ടല്ലേ? KL10 മലപ്പുറം നമ്പറായ വണ്ടി. അതെ, നമ്പറായ വണ്ടി. നല്ല വൃത്തിലുണ്ടല്ലേ? ഹോണ്ടന്റെ അമേസാണ്. എല്ലാം അടിപൊളി ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഓട്ടോ പറയേണ്ടത്? ഓട്ടോ ഒന്നിന്റെ മേലെന്തായാലും ഉണ്ടാവും. അതെ, ഹോണ്ടന്റെ അമേസം അങ്ങനെയാണ്. നല്ല മൈലേജ് ഉണ്ട്. ചെറിയ ഫാമിലിക്ക് ഒരു ബൈക്കിന്റെ ആവശ്യമില്ലല്ലോ. അതാറുണ്ട്. ഇത് ഡീസലിലാണ് 25 കിലോമീറ്റർ മൈലേജ്. അത് 5 പോവും ചെയ്യാം. അത് നമ്മളെ ഗ്യാരണ്ടി ആണല്ലേ? സീറ്റ് കാര്യങ്ങള് ടയറ് കാര്യം എല്ലാം ഉഷാറാണല്ലേ? ഇനിയിപ്പോ ലോൺ ഫുൾ ഓണാണല്ലേ? ലോൺ ഫുൾ ആണ്. അതെ, പൈസ മുടക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ആവശ്യക്കാരെ പറ്റല്ലേ? അതെ. അടുത്ത വണ്ടിയല്ല അടിപൊളി കിയ കാർണിവൽ ആണല്ലേ? ഇത് 2020 മോഡല്. ഓ, ഏതാ വണ്ടിയില്ലേ? അതെ. ഇവിടുന്ന് അറ്റം വരെ സൺറൂഫ് കാര്യങ്ങള് ലക്ഷറി ലുക്കിന്റെ അങ്ങേയറ്റല്ലേ? അങ്ങേറ്റം. പഴയ മുഖ്യമന്ത്രിയൊക്കെ ഉപയോഗിച്ച വണ്ടിയല്ലേ? അതെ, അങ്ങനെയാണല്ലേ നമ്മൾ ഈ കാർണിവലില്. അതെ. പിന്നെ മുഖ്യമന്ത്രി ഉപയോഗിച്ച അങ്ങനത്തെ വണ്ടിയില്ല. സൗദിയിലുള്ള ആൾക്കാർക്ക്, പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അവിടെ ഇതാണല്ലോ, അവിടെ പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് വണ്ടി. അതെ, 2020 മോഡല് 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 20 മോഡലാണ് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. നല്ല ക്വാളിറ്റി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിന്റെ അലവിലൊക്കെ മറ്റേ പ്ലേറ്റ് ചെയ്ത മതി അല്ലേ? ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആണല്ലേ? നല്ല വൃത്തിയുള്ള കിടിലമുണ്ട്. സൺറൂഫ് ഒക്കെ ഫുള്ള് സൺറൂഫ് അല്ലെ? ഇത് കണ്ടമാനം ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അല്ലേ? അതെ. ഫീച്ചേഴ്സ് പറഞ്ഞാൽ തീരൂലല്ലേ? നല്ല രീതിയിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. അതെ, നമ്മൾ ജസ്റ്റ് അന്ന് പൊന്നിച്ചാൽ മതി. ഓട്ടോമാറ്റിക് ഡോറൊക്കെ പോകില്ല, ഒരു പണി നമ്മൾ എടുക്കണ്ട. പിന്നെ കടന്നുറങ്ങാ എങ്ങനെ പറ്റില്ല. ഇത് എത്ര 8 പോകാൻ പറ്റൂല അല്ലേ? അതിന്റെ ഉള്ളിൽ സീറ്റ് ഉള്ളത്. ഫുൾ സെറ്റ് പോണ മാതിരി അങ്ങനെ പോകാം. അതേമാതിരി പോകാം. പിന്നെ ഡോറെല്ലാം സെറ്റപ്പാണ്. സ്വിച്ച് ആണല്ലേ? ഡ്രൈവർക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യാം. സ്വിച്ച് എല്ലാം പറ്റുമല്ലോ അല്ലേ? അതെ, ഫുള്ള് സിസ്റ്റമാറ്റിക് വണ്ടി. അതെ,
ഇത് 50,000 ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പില്. അതെ, നമുക്കൊരു 23 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. 23 ലക്ഷം ചോദിക്കണം നിങ്ങള്, അതിനെന്തേലും കുറച്ച് കൊടുക്കും? കുറച്ച് മാക്സിമം ആവശ്യക്കാര് വിളിച്ചോളിയും വന്നോളിയും മാക്സിമം ചെയ്ത് കൊടുക്കുമല്ലേ. ഇത് പോണ്ടോട് പൈസ ക്യാഷ് എത്ര ഉണ്ട് ഇപ്പൊ? ഒരു 50 വില ഉണ്ടാവില്ലേ? ഉണ്ടാവണ്ടാണ് അല്ലേ, നമുക്ക് അത്ര അറിയുള്ളൂ. ഇറങ്ങിയ തന്നെ 42 റുപ്യന്റെ വില ആ ലെവലുണ്ടല്ലോ അല്ലേ. ഓക്കെ, എന്തായാലും 10-23 ലക്ഷം റുപ്യ നമുക്ക് കൊടുക്കാം. ആൾക്കാരനുസരിച്ച് കുറച്ചും കൊടുക്കും അല്ലേ. ലോൺ പരിപാടി നടക്കൂലേ? ലോൺ പരിപാടി നടക്കും, എല്ലാം നടക്കും. കിട്ടണ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓല് വന്നോട്ടെ, നമ്മൾ കൊറേ പറഞ്ഞില്ലേ, വന്നോട്ടെ മാക്സിമം ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാ വണ്ടികളും ഞമ്മളായിരുന്നില്ല എല്ലാ വണ്ടികളും. പിന്നെ ഹിസ്റ്ററി എടുക്കാന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാന്, പിന്നെ അതേമാതിരി വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാന് എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തുതരാം. നമ്മൾ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ലോൺ ഇടുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബാങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യണ്ട, 2-3 ബാങ്കിൽ ചെയ്തിട്ട് എവിടെ നിങ്ങൾക്ക് EMI കുറഞ്ഞു കിട്ടണ്, ഇൻട്രസ്റ്റ് എവിടെ മാക്സിമം കുറച്ചിട്ടാണ് അവിടെ നിങ്ങൾക്ക് ലോൺ ചെയ്യാം. ലോണിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കണില്ല, കഴിയണോ റെഡി കാശിന് തന്നെ വാങ്ങാൻ നോക്കി. അതെ, നമ്മള് പറയാനുള്ള സാധാരണ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തോളാം. പിന്നെ ലോൺ എടുക്കാതെ വണ്ടി എടുക്കാനും കഴിയൂലല്ലോ. അതെ, അത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നടക്കുന്ന പടത്തല്ല അടിപൊളി വീഡിയോ വീടുകളാം.